ബിസിനസ്സിനും ഇൻഷുറൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ക്ഷീരമേഖലയിലും പശുക്കളെ ഇൻഷുർ ചെയ്യുക എന്നത്. എന്നാൽ സമയപരിമിതിയുള്ള ക്ഷീര കർഷകരെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ പശുക്കളെ ഇൻഷുർ ചെയ്യുക എന്നാണ്. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. അപ്പോൾ ഒരു പശുവിന് എത്ര രൂപ ചെലവ് ഇൻഷുറൻസ് ചെയ്യാനായിട്ട്? 2700. ഓക്കെ. അപ്പൊ ഫുൾ കവറേജ് നമുക്ക് കിട്ടും? ഫുൾ കവറേജ് കിട്ടും. എത്ര ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരാഴ്ച മാക്സിമം അതിനുള്ളിൽ പശു ഇൻഷുർ ആയിണ്ടാവും. അതെങ്ങനെയാ? നമ്മള് പ്രൈവറ്റ് പാർട്ടിയാണ് നമുക്ക് ഒന്ന് ചെയ്തു തരുന്നത്. ഓക്കെ. ഇതിപ്പോ ഡെത്തിന് മാത്രമല്ലോ? ഇല്ല, അത് തൈലേറിയ, കുളമ്പ് രോഗം, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരു 7 അസുഖങ്ങൾക്ക് ഉണ്ട്. അത് കുറച്ച് കൂടുതൽ ഇംഗ്ലീഷിലാണ് എഴുതിയേക്കണേ, നമുക്ക് അത്രയും മനസ്സിലാവില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. ഇപ്പൊ നമ്മൾ 60,000 രൂപയ്ക്ക് ചെയ്ത 60,000 രൂപ മൊത്തം കിട്ടും. ഡെത്ത് ആണെങ്കിൽ 60,000 രൂപ നമുക്ക് ഇൻഷുറൻസ് ആയിട്ട് തന്നെ തിരിച്ചു കിട്ടും. എന്തുകൊണ്ടാണ് ചേട്ടാ ഈ പ്രൈവറ്റ് പാർട്ടിക്ക് നമുക്ക് കൊടുക്കാൻ കാരണം? പ്രൈവറ്റ് ഇപ്പൊ ഗവൺമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു 1 മാസത്തേക്ക് സമയം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പശു പുറത്തുനിന്ന് കൊണ്ടുതന്നെ പശു പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരാഴ്ചക്കുള്ള 2 ആഴ്ചക്കുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാശ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോണ ഒരു സ്ഥാനമാണ്. അത് കാരണം പ്രൈവറ്റ് ആകുമ്പോൾ നമുക്കൊരു 1.5 ആഴ്ച കൊണ്ട് തന്നെ ഇത് ആക്റ്റീവായി കിട്ടും. അതെങ്ങനെയാണ് അതിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ? അത് അവര് ഏജന്റ് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ മൃഗാശുപത്രി പോയി ഡോക്ടറോട് പറയും, അവരിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കും. അന്ന് പ്രീമിയം അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം അടച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം നമുക്ക് പേപ്പർ നമ്മുടെ റിട്ടേൺ ഇൻഷുർ ചെയ്ത പേപ്പർ നമ്മുടെ കൈ കിട്ടും. അപ്പൊ തൈലേറിയ, കുളമ്പ് രോഗം ഇങ്ങനെയുള്ള മെയിൻ അതായത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇപ്പൊ ഫുള്ള് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിനകത്തൊരു ബാക്കി ഇപ്പൊ നാളെ ഇപ്പൊ വന്നേക്കണേ നാളെ ചെയ്യുള്ളൂ. നാളെ മറ്റന്നാൾ വന്നിട്ട് ഒരു 16 ഇപ്പോൾ ഇൻഷുറൻസിലാണ് എല്ലാം. സാധാരണ ഒരു പുതിയൊരു പശുവിന് വാങ്ങിച്ചാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഒരു 3-4 ദിവസം നിർത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അസുഖങ്ങളില്ലാണ്ട് അസുഖങ്ങൾ ആദ്യം ഉണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അതിൻ്റെ അസുഖങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മെയിനായിട്ട് തന്നെ തൈലേറിയാണ്, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അവരെ വിളിച്ച് പറയും പശു വന്നിട്ടുണ്ട് ഇൻഷുർ ചെയ്യണമെന്ന് പറയും. എല്ലാ വർഷവും ചെയ്യണം പശുവിന് ഇൻഷുറൻസ്? പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ എടുത്തേക്കണേ. പുതുക്കിയിടണമെങ്കിൽ നമുക്ക് പുതുക്കിയിടാം. നമുക്ക് പാല് കൂടുതലുള്ള ഐറ്റംസ് നമ്മൾ പുതുക്കി ഇടാൻ തന്നെ തീരുമാനിച്ചാണ്. ഇത്തരത്തിൽ ഇൻഷുറൻസ് കിട്ടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു? ഇവിടെ ഇപ്പോൾ ഒരു പശു ഉണ്ടായിരുന്നു, അത് വന്നിട്ട് ഒരു 2 മാസം ആയിട്ടുണ്ടായുള്ളൂ. ചെന പശു ആയിരുന്നു, അത് 1.25 ലക്ഷത്തോട് ഞങ്ങൾ എടുത്തതാ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡെലിവറി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡെലിവറിയുടെ സമയത്ത് മറ്റേ കുഞ്ഞായ വലുതായതുകൊണ്ട് അതിനുള്ളിൽ കിടന്ന് ടൈറ്റായി പോയി, പുറത്തേക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ അത് അറ്റാക്ക് വന്ന് പശു ചത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്കിലേക്ക് വിളിച്ച് പറഞ്ഞു ഇന്ന മാതിരി സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരതിൻ്റെ ഡോക്ടറെ വിളിച്ച് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പേപ്പറുകളെല്ലാം സൈൻ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എത്ര മാസം കൊണ്ട് നമുക്കത് കിട്ടിയത്? അത് നമുക്ക് 1 മാസത്തിനുള്ള എമൗണ്ട് കിട്ടുമെന്നാണ് ഏജന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണം. വേറെ ഏതെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ? ഇല്ല, ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ കാര്യങ്ങൾ ആ പശു തന്നെയാണെന്നുള്ള ഉറപ്പ് വരുത്തണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പശുവിന് എത്ര രൂപയുടെ നമ്മൾ ഇൻഷുറൻസ് ചെയ്ത്? 80,000 ഇൻഷുറൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ പ്രീമിയം 3,600 വരും. അതെങ്ങനെ? അപ്പൊ ഇപ്പൊ 2,500 വെച്ചാൽ 60-ന് 2,600, 70-ന് കോസ്റ്റ് കൂടും, 80-ന് അടുത്ത കോസ്റ്റ് കൂടും. അതായത് ക്യാഷ്, അത് പ്രീമിയം അനുസരിച്ചിട്ട്. നമ്മൾ 60-ന്റെ ആണെങ്കിൽ 2,600 അടച്ചാൽ മതി. 70-ന്റെ ആണെങ്കിൽ അതിന്റെ അവരുടെ കണക്ക് കൂട്ടിയിട്ടുള്ള പൈസ 70-ന് 3,200, 3,300 ആട്ടാണ്. അതിന് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ പ്രീമിയം കൂടും. 1 ലക്ഷം രൂപ വരെ ചെയ്യാന്ന് അവർ പറയുന്നത്. അതായത് ഓരോ പശുവിനും വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണ്. എന്നുവെച്ചാൽ പാലിന്റെ അനുസരിച്ചിട്ടാണല്ലോ നമ്മള് പശുവിന് വില മേടിക്കണേ. പശുവിന് വില കൂടുന്നതനുസരിച്ച് ഇൻഷുറൻസിൽ റേറ്റ് കൂട്ടും. അപ്പൊ മിക്ക കർഷകർക്കും എന്തിനാണ് ഈ പശുക്കളെ ഇൻഷുർ ചെയ്തിട്ട് കാര്യം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പോ 70,000 കൊടുത്തൊരു പശുവിനെ മേടിക്കുന്നു. പശു ചിലപ്പോൾ ഒരു 10 ലിറ്റർ പാല് വെച്ച് കിട്ടണേ. ഈ 10 ലിറ്റർ വെച്ച് പാല് കിട്ടിയിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ പശു എന്തെങ്കിലും ഒരു അസുഖം വന്ന് ചത്തുപോകാന്നിരിക്കുക. ആ 70,000 നമ്മുടെ ലോസാ. അത് നേരെ നമുക്ക് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് ചെയ്ത പൈസ നമ്മുടെ കയ്യിൽ കിട്ടും, തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമല്ലോ. ആദ്യം 2,500 മുടക്കും. 2,500 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 200 രൂപ പോലും ആവുന്നില്ല. അല്ല, ഒരു മാസം 12 മാസത്തില് 200 വെച്ച് കൂടിയാലും 2,400 രൂപ തന്നെയുള്ളൂ. ആ 200 രൂപ നമുക്ക് പോയാലും നമ്മൾ സേഫാണ്. നമ്മളിപ്പോ ശ്രദ്ധിക്കണം, നമ്മുടെ ക്യാഷ് പോകാതെ ശ്രദ്ധിക്കുക, അല്ലെ? പൈസ ലോസ് ആവണാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. എല്ലാവർക്കും പേടിയാണ് ഇനിയിപ്പോ അത് പൈസ തിരിച്ചു കിട്ടുമോ അങ്ങനെയൊക്കെ. പക്ഷെ പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത് നമ്മൾ.